ഏട്ടേ പണം ഒരുപാട് ഇടുന്നുണ്ടല്ലോ. ഒരു 5 താട്ടേന്നേ. ഒരു 4 താട്ടേന്നേ. പറ്റൂല, ഒന്നേ ഉള്ളൂ. അയ്യോ 2 താട്ടെ. ഇല്ല, ഒന്നേ ഉള്ളൂ. ശരി താട്ടെ, ഞാൻ പോട്ടെ. അതെ, ഞാൻ ചോദിച്ചത് 1 ലക്ഷം അല്ലാതെ ഈ 100 രൂപയല്ല. എന്ത് 1 ലക്ഷം? എടാ മന്ദബുദ്ധി, ഇത് വെറും കല്ലാന്ന് വിചാരിച്ചോ നീ? ഇത് മാണിക്കക്കല്ല, മാണിക്കക്കല്ല്. ഈ കല്ലിന് ഇത് തന്നെ കൂടുതൽ എനിക്ക് പോടോ. പോടാ. ഇല്ല, എന്റെ കല്ലും കണ്ട് താട്ടെ. എടുത്തോളൂ. അയ്യോ എന്റെ കല്ല് താൻ മന്ത്രവാദിയാണോടോ? അതെ. ഈ കല്ല് വേണോ കാശ് വേണോ? എന്ത് ചോദ്യമായത്? കല്ല് കൊണ്ടു നടക്കുന്നത് കാശിന് വേണ്ടി തന്നെയല്ലേ? എത്ര വേണം? തന്റെ കയ്യിൽ എത്ര ഉണ്ട്? നിനക്ക് എത്ര വേണമെന്ന് പറയേ. എനിക്ക് 10 കോടി വേണം. തന്റെ ഉണ്ടോ? ആദ്യം കണ്ണൂർ നിന്ന് അമ്മോ 10 കോടി. ഞാൻ ആഗ്രഹിച്ച 10 കോടി. എടോ താൻ എന്തൊക്കെ മന്ത്രവാദമാണോ ഈ കാണിക്കുന്നത്? കാണാതെ പോയത് നിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നാഗത്തിന് പോലും അറിയാതെ മാണിക്ക് കൊടുത്ത നീ അറിയാതെ ഞാൻ പറയുന്നത് എടുക്കണം. എടുക്കോ? കാർത്തിക, തുലാം രാശി, വിശാഖ നക്ഷത്രം, ദൈവാംശമുള്ള ജാതകം. കുഞ്ഞിനെ നല്ലോണം നോക്കിക്കൊള്ളേ മോളെ. ശരി അമ്മേ. ദാ കൊച്ചിനെ. നീ ഒന്ന് വേഗം പോയി നോക്ക്, ഞാൻ ആരെങ്കിലും വരണ്ടോ നോക്കാം. എന്താടി കൊച്ചിനെടുക്കാൻ പറ്റുമോ? ഇവിടെ ചുറ്റും ആളുണ്ട്. കുഞ്ഞിനെ എങ്ങനെ എടുക്കും? പിടിക്കപ്പെട്ട എല്ലാരും കൂടെ നമ്മളെ കത്തിച്ചു കളയും. ഏയ് എവിടെ പോവാ? നിക്ക്, ഞാനും വരട്ടെ. അയ്യോ തീ പിടിച്ചേ എല്ലാവരും ഓടി വായോ. അയ്യോ എടാ, ഒന്ന് വേഗം വായോ. അയ്യോ എന്തൊക്കെയാ ഈ കാണുന്നത്? കൊച്ചിനെടുത്തൊന്ന് വാടി, ഞാൻ ആരെങ്കിലും വരണ്ടോ നോക്കാം. എടി വേഗം വാട്ടെ. എടി ഒന്ന് വേഗം വാടി. വേഗം വാ. ഒന്ന് വേഗം വാ വേണ്ടേ. വാ പോകാം, വേഗം പോകാം. കാണുന്നതിന് മുമ്പ് വേഗം സ്ഥലം വിടാം. കുഞ്ഞിനെ വേഗം കൊടുക്ക്, ഞാൻ പിന്നാലെ വരാം. ഓം ഹ്രീം ഹ്രീം ക്ലീം മുണ്ടായവ നമസി. കുഞ്ഞിനെ ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടായവ നമസി. നിം നം ബിംഗം മുണ്ടായവ നമസി. നമ്മൾ ബലി കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ കുട്ടി പിടി. ഓം ക്ലീം ഹ്രീം മുണ്ടായവ നമസി. ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടായവ നമസി. നും നം നിം കും മുണ്ടായവ നമസി. സിം ഹം ലം ബം മുണ്ടായവ നമസി. ഓം ഹ്രീം ക്ലീം മുണ്ടായവ നമസി. ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടായവ നമസി. ഓം ഹ്രീം ഹ്രീം ഹീം മുണ്ടായവ നമസി. ഓം ഹ്രീം ഹ്രീം ഹീം മുണ്ടായവ നമസി. ഓം ഹ്രീം ഹ്രീം. കൺവെട്ടത്തിൽ ഒരാളെ പോലും കാണുന്നില്ല ബ്രോ. ഞാൻ എന്റെ ആളെ കണ്ടു ബ്രോ. നിന്റെ ആളെ കണ്ടെന്നോ? കാണിച്ചേ. നീ വണ്ടിക്കര് കാണിച്ചു തരാം. ഇത് പിടിക്കും. ഹലോ മാഡം, വേർ ഈസ് നാടുവാഴി ഹൗസ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ അറിയോ? ഇപ്പൊ നോക്കിക്കോ. മോളെ, ഈ നാടുവഴിയുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോകേണ്ടത്? നമ്മുടെ നാട്ടില് പുതുതായിട്ട് വന്ന് എഞ്ചിനീയർ ആയിരിക്കാം വന്നിരുന്നത്. ഈ വഴി പോകാൻ പറ്റില്ല. എന്താ? പാലം റിപ്പയർ ചെയ്യാം. വന്ന വഴി റിവേഴ്സ് പൊയ്ക്കോ. 2 കിലോമീറ്റർ ചുറ്റണം. അങ്ങനെയല്ലേ? ആ അതെ അതെ. ഈ പെണ്ണെ ഇപ്പഴാ സൂര്യവംശം സിനിമ കണ്ടെന്ന് തോന്നുന്നു ബ്രോ. അതെ. ഹലോ മാഡം, വില്ലേജിലുള്ളവരൊക്കെ പാവങ്ങളായിരിക്കണം. ഇത്ര അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ കയ്യിലെ ഗൂഗിൾ മാപ്പ് ഉണ്ട്, പിടിച്ചിരിക്കടാ. എന്ത് ചെയ്യാനാ? കൊച്ചിനെ കാണാതെ പോണേ. ഇതിനൊരു പേരുണ്ടാക്കണം. കുറെ നാളായി. എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എല്ലായിടത്തും അന്വേഷിച്ചു നോക്കിയോ? ഞങ്ങൾ എല്ലായിടത്തും നോക്കിയതാ, കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
എന്റെ കുഞ്ഞിനെ വേഗം തിരിച്ചു തരണേ. പിടിക്ക് ആരും പിടിക്ക്. നമ്മളിനി എന്താ ചെയ്യുന്നേ? ആദ്യം പോലീസിനെ വിളിക്കാതെ. നീ ആരാടാ ഈ നാട്ടിലെ പുതിയത്? ഈ നാട്ടിൽ പോലീസ് വരികയല്ല. പോലീസ് വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ആരും രക്ഷിക്കാനാ? ഇതുവരെ ഒരു പോലീസ് ഇങ്ങോട്ട് കേറിയിട്ടില്ല, അറിയാവോ? എടോ മിണ്ടായിരടോ. നിങ്ങളെ പോലുള്ള ആണുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇവിടെ. സമാധാനിക്ക്. ഞാനൊരു കാര്യം പറയാം. മുനീശ്വരനെ സാക്ഷിയായിട്ട് വെച്ച് മഷി ഇട്ട് നോക്കാം നമുക്ക്. എന്തു പറയുന്നു? കുഞ്ഞിനെ എങ്ങനെ കാണാൻ പറ്റുന്ന നീ ഒന്ന് നോക്കി പറയണം മുനീശ്വര. എന്താ ബ്രോ, ഇവനാണ് ഇവിടുത്തെ CCTV ക്യാമറ. ഇവനെങ്ങനെ പറയും? ഇപ്പൊ കുട്ടി എവിടെയുണ്ട്? എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ആ കുട്ടി ഈവനോടെ ഇല്ല. എല്ലാം നിങ്ങളുടെ തെറ്റാണ്. കുട്ടി ജനിച്ചപ്പോ തന്നെ മുനീശ്വരൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ മുനി ആന്റി കുഞ്ഞിനെടുത്തോണ്ട് പോയത്. അയ്യോ മുനീശ്വരാ, ഞാനൊരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണേ. എന്റെ കുഞ്ഞിനെ തിരിച്ചു തരുമോ? എന്താ ബ്രോ, ഇയാള് പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുനി ആന്റിയോട് ചോദ്യങ്ങൾ ചോദിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പോയി ചെയ്യാൻ എന്ത് ഷൂട്ട് ചെയ്യാനാണ്? നമസ്കാരം സ്വാമി. നമസ്കാരം. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി. കുട്ടികളില്ല. കുറെ മരുന്നുകൾ പരീക്ഷിച്ചു നോക്കി, ഒരു ഫലവുമില്ല. എല്ലാം ശരിയാകും. കൈയൊന്ന് നീട്ടേ. ഞാൻ എന്റെ വിഷമം പറഞ്ഞപ്പോ കടുക്ക എന്തിനാ തരുന്ന സ്വാമി? പെറ്റമ്മയേക്കാൾ ഒരുപടി മുകളിലാണ് കടുക്കായി. ഇത് ഞാൻ പറഞ്ഞതല്ല, പൂർവികരും സിദ്ധരും പറഞ്ഞതാണ്. ശ്രദ്ധിച്ച് കേൾക്ക്. ദിവസവും 5 ഗ്രാം കടുക്കപ്പൊടി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇളനീര് കൂട്ടി കഴിക്കുകയാണെങ്കിൽ കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, പിത്തരോഗങ്ങളിൽ നിന്നും നാക്ക്, മൂക്ക്, തൊണ്ട, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, വൃക്ക, കരൾ, ഹൃദയം കൂടാതെ ഉഷ്ണം, ഹൃദയവേദന, പ്രമേഹം ഇതുപോലെ ജീവന് ഭീഷണിയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം തന്നൊരു പ്രസാദമാണ് ഈ കടുക്ക. ഈ കടുക്കപ്പൊടി 48 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് വന്നാൽ കിഴവനും കുമാരനാകാമെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കടുക്കയെ നീ സാധാരണമായി കാണരുത് മകളെ. നീ കഴിക്ക്. എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. ശരി സ്വാമി. ആയിക്കോട്ടെ മകളെ, പോയിട്ട് വരാം. നന്നായി വാ. ചേട്ടാ ഇതൊന്ന് ശരിയാണെന്ന് നോക്കാവോ? ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിങ്ങളൊക്കെ ആരാ? ചേട്ടാ ഞങ്ങള് കണ്ടറിയില്ലേ, നമ്മുടെ അമ്പലം കെട്ടാൻ വന്ന എഞ്ചിനീയർ. ഇരിക്കേ. ഓക്കെ സാർ, താങ്ക്സ്. അപ്പോ നിങ്ങൾ എഞ്ചിനീയർ ആണോ? ചേട്ടാ ഞങ്ങള് അതെ സാറേ, ഇയാൾ എഞ്ചിനീയർ, ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ നിങ്ങൾ ഈ അമ്പലം കിട്ടും. ഇവര് വീട്ടിലെത്തിയോ? നിങ്ങൾ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലം ഏതാ? ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന നാടുവാടിക്ക് ഈ ചോദ്യം ആരോടെ ചോദിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. നമ്മുടെ നാടിന്റെ ഐശ്വര്യവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ തഞ്ചാവൂർ ക്ഷേത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന്. അത് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ നടുഭാഗത്തുള്ള ലിംഗത്തിന്റെ ഉയരം 12 അടിയാണ്. ഇത് നമ്മുടെ നാടിന്റെ അഭിമാനം തന്നെയല്ലേ? ആ ലിംഗത്തെ താങ്ങി നിർത്തുന്ന പീഠത്തിന്റെ ഉയരമാണെങ്കിലും 18 അടിയാ. ഇത് നിർമ്മിച്ചവരുടെ കഴിവല്ലേ? അത് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മൊത്തം ഉയരം എന്ന് പറഞ്ഞാലോ 216 അടിയാ. ഇത് പൂർവികരുടെ കഴിവ് തന്നെയല്ലേ? ഗർഭപിണ്ഡത്തിനും നന്ദി പ്രതിമയ്ക്കും ഇടയിലുള്ള ദൂരം 246 അടിയാ. ഇത് മൊത്തം നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ? നമ്മുടെ നാട്ടുകാർ തന്നെ നിർമ്മിച്ച ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തഞ്ചാവൂർ ക്ഷേത്രമാ. ഇതൊക്കെ എങ്ങനെ നിനക്കറിയാടാ? എല്ലാം വാട്സാപ്പിൽ കണ്ടാടാ. സന്തോഷം. എന്റെ മനസ്സിലുള്ള കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു. താനാണ് ഈ നാട്ടിൽ അമ്പലം കെട്ടുക. എന്താ ശരിയല്ലേ? ഞാൻ പറയുന്ന കേട്ട് ഉമാർ ക്ഷേത്രം കെട്ടം പറയണോ? കമ്മിറ്റായി ബ്രോ. ഓസിയില് തങ്ങുന്നു, തിന്നുന്നു. ഇത് ഭവാനി, എന്റെ മോളാ. മദ്രാസിലാണ് പഠിച്ചത്. ഈ പെണ്ണാണോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഹങ്കാരം. മോനെ, ദേവിയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾ അമ്പലം കെട്ടിക്കോളൂ. മോളെ, വേലുവിന്റെ ഇന്ന് താക്കോല് വാങ്ങി ഇവരുടെ കയ്യിലോട്ട് കൊടുത്തോളൂ. ശരി. എടാ എന്തിനാടാ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞേ? ബ്രോ, അങ്ങനെ പറഞ്ഞാലേ നമ്മൾ വിചാരിച്ച ഷൂട്ട് ചെയ്യാൻ പറ്റും. ശരിയാ, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ സത്യം പറയുമ്പോ എന്താ ബ്രോ, നന്നായിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നേ? തനിയെ വന്ന എഞ്ചിനീയർ ക്യാരക്ടർ എന്തിനെടുത്ത് മാറ്റുന്നേ? എടാ, നമ്മൾ എഞ്ചിനീയർ അല്ല മീഡിയക്കാരാണെന്ന് ഭവാനി അറിഞ്ഞാലുണ്ടല്ലോ, അവൾക്ക് നല്ല വിഷമാവില്ലേ? ഓ, കഥ അങ്ങനെയല്ലേ പോകുന്നേ? ഞാൻ എല്ലാ കാര്യങ്ങളും ഭവാനിയോട് പറഞ്ഞാലോന്ന് ആലോചിക്കുന്നത്. അവള് പെർമിഷൻ തരുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ ചെയ്യണേ നമുക്ക് ആലോചിക്കാം. ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ നാട്ടുകാരെങ്ങനെ പറഞ്ഞ് തല്ലി കൊല്ലും. ഓൾറെഡി ഇവിടുത്തെ പിള്ളേരൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത്. ഇനി അതിന്റെ കാരണം നമ്മളാണെന്ന് പറഞ്ഞു കളയും. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യാ? ഓ, അച്ഛൻ ദേവിക്ക് അമ്പലം പണിയാൻ പറയുന്നു, നീ അയാളുടെ മോളെ കെട്ടണമെന്ന് പറയുന്നല്ലേ? മീഡിയക്കാരാണോ നിങ്ങള്? ഈ കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും കൊന്ന് കുഴിച്ചു മൂടും. എന്താ അങ്ങനെ ചെയ്യട്ടെ? പിടിച്ചോ. നിന്നെ കണ്ടാ സെക്കൻഡ് തന്നെ തീരുമാനിച്ചാ നീയാണ് എന്റെ വൈഫ് എന്ന്. ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഏത് ചാനലാടാ വെക്കാൻ പോന്നെ?